ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീൽ ഉറപ്പിക്കാനായിട്ട് ആദർശ് മുംബൈക്ക് പോയെങ്കിലും ആ ഡീൽ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അത് കൈവിട്ടു പോയി. നേരെ മറിച്ച് ഒരു ചതിയിലൂടെ തന്നെ എൻ ജ്വല്ലറിക്കാർ ആ ഡീൽ സ്വന്തമാക്കുകയും ചെയ്തു. ഹോട്ടൽ മുറിയിൽ വെച്ച് ആദർശിന് കൊടുത്ത ജ്യൂസിൽ ഉറക്ക ഗുളിക ചേർത്തിട്ടുണ്ടായിരുന്നു. ആദർശ് ഒരിക്കലും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. അഥവാ ആദർശ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീല് അവർക്ക് തന്നെ കിട്ടുമെന്നുള്ളത് എൻ ജ്വല്ലറിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആദർശിനെ കൊടുക്കാൻ മനഃപൂർവ്വം അവർ ഇങ്ങനൊരു ചതി തന്നെ ചെയ്തത്. അനന്തപുരിയിലാണെങ്കിലും ആദർശിന്റെ കോളൊന്നും വരാത്തതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും നയനയും എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. നയന തെരുതെര ആദർശിനെ വിളിക്കുന്നുണ്ടെങ്കിലും ആദർശ് ഒരു റെസ്പോൺസും ചെയ്യുന്നില്ല. ആദർശ് നല്ല ഗാഢ നിദ്രയിലാണ് കേട്ടോ. വിഷമത്തോടെ നയന മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനോടും ഒക്കെ സങ്കടം പറയുന്നുണ്ടെങ്കിലും അവരെല്ലാം നയനയെ ആശ്വസിപ്പിക്കുകയാണ്. ആദർശ് ഇപ്പോൾ ബിസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും മോളുടെ ഫോൺ എടുക്കാത്തത്. എന്തായാലും ഈ ഡീല് കഴിയുന്നവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം മോളെ എന്നൊക്കെ തന്നെ ദേവയാനി പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശനാണെങ്കിൽ നയനോട് പറയുന്നത് അവനവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, ഈ ഡീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ആ മീറ്റിങ്ങിൽ അവൻ പോയി പങ്കെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു തകർച്ചയും ഉണ്ടാകില്ല. ആദർശ് വിജയിച്ച് തന്നെ തിരിച്ചു വരും. മോൾ അവന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടണ്ട, മോൾ ഈ സമയത്ത് സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നയനെ ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട്. എന്നാലും നയനയുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തന്നെയാണ്. നയന എന്നിട്ടും ആദർശിനെ റൂമിൽ പോയിരുന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവസാനം നയനയുടെ ഫോൺ ബെല്ല് കേട്ടുകൊണ്ട് തന്നെ ആദർശ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ ആദർശിന്. ആദർശ് ഫോണെടുത്ത് സംസാരിക്കുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്തായി ആദർശേട്ടാ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ, ഡീല് നമുക്ക് തന്നെയാണോ കിട്ടിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് വല്ലാതെ ഒരു കൺഫ്യൂഷനിലാകുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇത്ര നേരമായിട്ട് വിളിക്കാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയൊക്കെ പറഞ്ഞു ആദർശേട്ടൻ തിരക്കിലായിരിക്കും, അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന്. അതുകൊണ്ടാണ് 11 മണി കഴിയാൻ ഞാൻ കാത്തിരുന്നത്. 11 മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദർശേട്ടനെ വിളിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശിന് വല്ലാത്ത ഷോക്കാവുന്നുണ്ട്. സമയം 11 മണി കഴിഞ്ഞു എന്നറിയുമ്പോഴേക്കും ആദർശിന് വല്ലാത്ത ചങ്കടിപ്പാണ് കേട്ടോ. ദൈവമേ, ഇത്ര നേരം ഞാൻ കിടന്നുറങ്ങിയോ, ഞാൻ എന്തായാലും നിന്നെ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുകയാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് ഇറങ്ങുന്ന ആദർശ് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി എടുക്കാനുള്ള ഫയലും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് തന്നെ മീറ്റിംഗ് നടക്കുന്ന കോൺഫറൻസ് ഹാളിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ആദർശ് അവിടെ ചെല്ലുന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു ഡീല് എൻ ജ്വല്ലറിക്കാർക്ക് സ്വന്തമായി കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് നിമിഷമാണ് കേട്ടോ ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് ആദർശിന് അവിടെ ഒന്നും തന്നെ പറയാനോ ചെയ്യാനോ കഴിഞ്ഞില്ല. അന്ന് ആദ്യമായിട്ട് ആദർശ് എൻ ജ്വല്ലറിയുടെ MD എന്ന പേരിലെ ഡേവിഡിനെ കാണുന്നുമുണ്ട്. ആദർശിനെ കണ്ടപാടെ തന്നെ ഡേവിഡിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദർശിന് കൈ കൊടുത്തോണ്ട് ഞാൻ എൻ ജ്വല്ലറിയുടെ MD ആണ്, അതുപോലെ തന്നെ ഈ ഒരു ഡീല് ഞങ്ങൾ സ്വന്തമാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ആദർശങ്ങ് തകർന്ന് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, മുത്തശ്ശനോട് എന്തു പറയും, എല്ലാം കൈവിട്ടു പോയി. ഇനി ഞാൻ എന്ത് സമാധാനം പറയും. കമ്പനിയുടെ കാര്യത്തിൽ മുത്തശ്ശൻ ഇനി ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബിസിനസ്സിലാണെങ്കിലും ഇപ്പോൾ ഒരു തകർച്ചയൊക്കെ സംഭവിച്ചല്ലോ. എന്തായാലും ഈ ഒരു ഡീല് നമുക്ക് കിട്ടുന്നതോടുകൂടി ആ ഒരു തകർച്ചയൊന്നും ഇല്ലാതെ തന്നെ കമ്പനിയെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകും. എന്തായാലും മുത്തശ്ശന് കമ്പനിയുടെ കാര്യത്തിൽ വിഷമിക്കേണ്ടിയൊന്നും വരില്ല എന്നൊക്കെ മുത്തശ്ശന് വാക്ക് കൊടുത്തിട്ടാണല്ലോ ആദർശ് വന്നത്. ഇതുപോലെ ഒരു തിരിച്ചടി ഇവിടെ സംഭവിക്കുമെന്ന് ആദർശ് ഒരിക്കലും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ വല്ലാത്ത ധർമ്മസങ്കടത്തിലുമാണ് കേട്ടോ ആദർശ്. അങ്ങനെ അധികം വൈകാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അനന്തപുരിയിലുള്ളവർ അറിയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും നല്ല ദേഷ്യത്തിലാണ്. ദേവയാനിയും നയനയും ജയനും അജയനും അനിയും എല്ലാവരും നല്ല സങ്കടത്തിലാണ് കേട്ടോ. ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്നിട്ടും എന്താ അവിടെ സംഭവിച്ചെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. ഇത് മനഃപൂർവ്വം ആദർശേട്ടനെ കൊടുക്കാനായിട്ട് ആരോ കരുതിക്കൂട്ടി ചെയ്താന്നൊക്കെ നയനയും ദേവയാനിയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. ഞാൻ എല്ലാ ഡോക്യുമെൻസുകളും നേരത്തെ തന്നെ അവിടെ സബ്മിറ്റ് ചെയ്തതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആദർശ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ മാത്രം മതിയായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ അവിടെ റെഡിയാക്കിയിരുന്നതാണ്. ആദർശിൻ്റെ അനാസ്ഥ കൊണ്ടല്ലേ ആദർശ് കറക്റ്റ് സമയത്ത് മീറ്റിങ്ങിന് പോകാതിരുന്നത്. അതിലിപ്പോൾ ആരെയും പഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആദർശിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതിൽ മറ്റുള്ളവരെ പഴിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തുകൊണ്ട് ആദർശ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വൈകിയെന്നുള്ളത് ഇനി അറിയണം. മീറ്റിംഗ് അവസാനിക്കാറായപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് ചെന്നെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി അറിയേണ്ടതെന്നൊക്കെ മുത്തശ്ശൻ നല്ല ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ ആദർശിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും ആദർശന് ആ സമയത്ത് അവിടെ ചെല്ലാൻ പറ്റാതെ പോയെന്നൊക്കെ അജയനും ജയനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും തന്നെ വകവയ്ക്കുന്നില്ല കേട്ടോ. മുത്തശ്ശന് നല്ല ദേഷ്യം തന്നെയാണ്. കാരണം അല്ലെങ്കിലും ഇപ്പോൾ മൂർത്തിസ് ജ്വല്ലറി വന്നിടിവിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഷെയറും ഇടിഞ്ഞു. ബിസിനസ്സിലും നല്ല കുറവുണ്ട്. ഗൾഫിലെ നമ്മുടെ ജ്വല്ലറികളിലെല്ലാം ബിസിനസ് കുറവാണ്. അവിടെ ഇപ്പോൾ എൻ ജ്വല്ലറിയാണ് ഒന്നാമത്. അതുപോലെ തന്നെ കേരളത്തിലും ഈ ഒരു ഡീല് എൻ ജ്വല്ലറിക്കാരെ സ്വന്തമാക്കിയോണ്ട് തന്നെ ഇനി കേരളത്തിലും അവർ തന്നെ ഒന്നാമതെത്തും എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. മുത്തശ്ശനെ ആ ഒരു സങ്കടം സഹിക്കാൻ പോലും പറ്റുന്നില്ല.
തൻ്റെ കൊച്ചുമോൻ എല്ലാത്തിലും കഴിവും പ്രാപ്തിയുള്ളവനാണെന്നും പറഞ്ഞാണല്ലോ കമ്പനിയുടെ മൊത്തം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവനെ MD ആക്കി മുത്തശ്ശൻ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആദർശിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് അത് ഒരിക്കലും തന്നെ മുത്തശ്ശൻ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അജയനും ജയനും ദേവയാനി നയനും ഒക്കെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനാണെങ്കിലും കമ്പനിയുടെ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്രയും നാളത്തെ എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഇവൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത്. ഇപ്പോൾ ഉണ്ടായ ഈ ഒരു താഴ്ചയിലാണെങ്കിലും ഈ ഒരു ഡീല് നമുക്ക് കിട്ടിയ അവിടെയും നമുക്ക് AM ജ്വല്ലറിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവുമായിരുന്നു. ഇന്ന് വരെ മൂർത്തിസ് ജ്വല്ലറിയിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഒരു ജ്വല്ലറിക്കാരുടെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വന്നിട്ടില്ല. എന്നിട്ടിപ്പോൾ മൂർത്തിസ് ജ്വല്ലറി AM ജ്വല്ലറിയുടെ പിന്നിലായി. AM ജ്വല്ലറിക്കാരാണ് ഇപ്പോൾ എല്ലായിടത്തും ഒന്നാമത്. എന്തുകൊണ്ടാണ് അവർ നമ്മളെ വെട്ടിച്ച് മുമ്പിലെത്തിയെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പേരും പ്രശസ്തിയും എല്ലാം ഇടിഞ്ഞു. എല്ലാം നോക്കിയും കണ്ടും നടത്താൻ ആദർശിന് കഴിവും പ്രാപ്തിയും ഉള്ളതുകൊണ്ടാണ് ആദർശിനെ ഞാൻ MD ആക്കിയത്. ഇനി അത് നോക്കിയും കണ്ടും നടത്താൻ അവനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ വേറെ പുതിയൊരു MDയെ നിയമിക്കാനും എനിക്ക് മടിയൊന്നുമില്ല. കാരണം ബിസിനസ്സിൽ ഒരു തകർച്ച ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മൂർത്തിസ് ജ്വല്ലറിയുടെ MD സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോഴും എനിക്ക് പകരക്കാരായി ജയനും അജയനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരെ ഒന്നും കമ്പനിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ ആദർശിനെ തന്നെ ഞാൻ ഏൽപ്പിച്ചത്. ആദർശ് ഇത് എല്ലാ കാലത്തും നന്നായിട്ട് നോക്കുന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. ആ ഒരു വിശ്വാസം അവനിപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി MD സ്ഥാനത്ത് ആദർശ് തുടരുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ലാന്ന് തന്നെ മുത്തശ്ശൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജലജയുടെയും അബിയുടെയും നവ്യയുടെയും ഒക്കെ മനസ്സിൽ ലഡു പൊട്ടിയ സന്തോഷമാണ്. അതുപോലെ തന്നെ അവന്തികയും ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും ആദർശധീരനായ ആദർശിനെ MD സ്ഥാനത്ത് നിന്ന് ഒഴിപ്പിക്കാൻ മുത്തശ്ശൻ തയ്യാറായല്ലോ, അത് മതി. ഇനി അങ്ങോട്ടേക്ക് മൂർത്തിസ് ജ്വല്ലറി തകർച്ചയുടെ വക്കില, അനന്തപുരിയും തകർന്നടിയാൻ പോവുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവന്തിക മനസ്സിലിങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പുതിയ MDയെ വെക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആദർശ് തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുകയാണ് കേട്ടോ. ആദ്യം തന്നെ എത്തുമ്പോഴേക്കും നയനയോടും ദേവയാനോടും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശനാണെങ്കിലും നല്ല ദേഷ്യത്തിലാണെന്നും അതുപോലെ തന്നെ MD സ്ഥാനത്തു നിന്ന് നിന്നെ മാറ്റിയിട്ട് വേറൊരാളെ അവിടെ നിയമിക്കാൻ മുത്തശ്ശൻ തീരുമാനം എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശ് ഞാനൊന്ന് മുത്തശ്ശനെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാലും മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യം തന്നെയാണ്. ആദർശ് കാരണമാണ് ആ ഒരു ഡീല് നഷ്ടമായെന്നുള്ള ഒരു ദേഷ്യം മുത്തശ്ശന് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശൻ ആദർശിൻ്റെ കരണത്ത് തല്ലുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആദർശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു അനാസ്ഥ കാരണം എന്തോരം നഷ്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടായതെന്നുള്ളത് മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റിങ്ങിൽ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാത്തതിന് കാരണം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് മുത്തശ്ശ എനിക്ക് എത്താൻ പറ്റാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു മീറ്റിങ്ങും ഈ ഒരു ബിസിനസ് ഡീലും നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ആദർശ്. എന്നിട്ടും നീ അതിനെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. ഈ ഒരു ഡീല് നമുക്ക് നഷ്ടമായതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അത് മാത്രമല്ല ഇത്രയും കാലം ഞാൻ കെട്ടിപ്പടുത്ത പേരും പ്രശസ്തിയും അതുപോലെ തന്നെ എല്ലാം നമ്മുടെ കൈവിട്ടു പോയി. മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ പ്രൗഢിയും നഷ്ടമായി. നീ ഒരാൾ കാരണമാണ് കമ്പനിക്ക് ഇപ്പോൾ ഇത്രത്തോളം നഷ്ടം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പം നിന്നോട് ഞാൻ ക്ഷമിക്കുമെന്ന് നീ കരുതണ്ട ആദർശം എന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ടും ആദർശൻ്റെ ഭാഗത്തെ ന്യായങ്ങളൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. മുത്തശ്ശ അത് പിന്നെ ഞാൻ മനഃപൂർവ്വം അല്ല, അവിടെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൃത്യം 9 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. ഞാൻ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടുന്ന് ചെന്ന് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നയനെ വിളിച്ചപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാണ്. റൂം ബോയോട് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇനി ഞാൻ എഴുന്നേക്കാൻ താമസിച്ച റൂം ബോയോട് എന്നെ ഒന്ന് വിളിച്ചു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അലാറവും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ ഞാൻ നിന്നെ വിളിക്കാം എന്നൊക്കെ ഞാൻ നയനോടും പറഞ്ഞായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല മുത്തശ്ശ. 11 മണി കഴിയുമ്പോഴേക്കും നയനയുടെ ഫോൺ കോൾ വരുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. 6 മണി മുതൽ എന്നെ ഓരോരുത്തരും മാറി മാറി വിളിച്ചു. പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞില്ല മുത്തശ്ശൻ. ഞാൻ വല്ലാത്തൊരു മയക്കത്തിലായിരുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരും എന്നെ പെടുത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴും മുത്തശ്ശൻ്റെ ദേഷ്യം അടങ്ങുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും തന്നെ കേൾക്കാൻ താല്പര്യമില്ല. മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ പോവും ആദർശേ. നിന്നോട് എനിക്കിപ്പോൾ ഒന്നും തന്നെ സംസാരിക്കാനില്ല. ഇനി നീ എൻ്റെ മുമ്പിൽ വന്നു പോരുന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ആട്ടി ഇറക്കി വിടുകയാണ് മുത്തശ്ശൻ. തൻ്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഇത് മനഃപൂർവ്വം ആരും നമ്മളെ ചതിക്കാൻ നോക്കിയതാണെന്നൊക്കെ ആദർശ് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവസാനം വളരെ സങ്കടത്തോടെ തന്നെ മുത്തശ്ശൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ആദർശ്. അങ്ങനെ അതിനൊക്കെ ശേഷം ദേവയാനിയും നയനയും അജയനും ജയനും അനിയും ഒക്കെ വന്നിട്ട് ആദർശിനോട് കണ്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്. അവിടെ ശരിക്കും എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആദർശ് അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല, എങ്ങനെ അത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് ആദർശം വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്.
അങ്ങനെ മുത്തശ്ശൻ കമ്പനിക്ക് ഇപ്പോൾ ഉണ്ടായ ഈ നഷ്ടങ്ങളൊക്കെ മറികടക്കാനായിട്ട് അജയനും ജയനെയും അനിയും ഒക്കെ കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ് കേട്ടോ. പുതിയ MD വെക്കാനുള്ള തീരുമാനങ്ങളൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അജയനും ജയനും അനിയും ഒക്കെ പറയുന്നുണ്ട്, മുത്തശ്ശൻ എടുത്തു ചാടി നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? എന്തായാലും നമുക്കറിയാം ആദിശേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന്. ആദിശേട്ടൻ പറഞ്ഞല്ലോ, ഇതാരും നമ്മളെ ചതിക്കാൻ നോക്കിയതാണ്, അല്ലാതെ ആദിശേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഞങ്ങളെക്കാളെല്ലാം ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം ആദിശേട്ടൻ അറിയായിരുന്നു. മീറ്റിങ്ങിൽ പങ്കെടുക്കാനും ആ ഒരു ഡീല് നമുക്ക് തന്നെ കിട്ടാനും വേണ്ടിയിട്ട് ആദിശേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. അനി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഉറപ്പാണ് മുത്തശ്ശ, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ആദിശേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റല്ലിത്. ആദിശേട്ടനെ അവിടെ ആരോ മനഃപൂർവ്വം കുടുക്കിയത് തന്നെയാണ്. ആദിശേട്ടൻ കറക്റ്റ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഈ ഒരു ഡീല് നമുക്ക് തന്നെ കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആദിശേട്ടനെ ആ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത പരിപാടി തന്നെയാണ് ഇത്. AM ജ്വല്ലർക്കാരാണ് ഇതിൻ്റെയും പിന്നിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് തന്നെ അനി പറയുക കേട്ടോ. അനി പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ ജയനും അജയനും പറയുന്നുണ്ട്, അതെ അച്ഛാ, ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇതിൻ്റെ പിന്നിലും AM ജ്വല്ലർക്കാരുടെ കളികളുണ്ടോയെന്ന് നല്ല സംശയമുണ്ടോയെന്ന് തന്നെ പറയുക കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനി എന്ത് തന്നെ ആയാലും അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞുപോയി. എന്തായാലും ആദർശിനി ആ സ്ഥാനത്ത് തുടരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അർഹതയുള്ള വേറെ ആരെങ്കിലും ആ സ്ഥാനത്ത് നിയമിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. നമ്മുടെ അനിക്കും ജയനും അജയനും ഒന്നും അതങ്ങോട്ടേക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും മുത്തശ്ശൻ്റെ തീരുമാനത്തിനപ്പുറം പറയാൻ അവർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ആദർശിനി MD സ്ഥാനത്ത് തുടരണമെന്നില്ല, പകരം വേറെ പ്രഗത്ഭരായ കഴിവുള്ള വേറൊരാളെ നമുക്കവിടെ നിയമിക്കണം. തൽക്കാലത്തേക്ക് ആദർശം മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ഇടിവ് നികത്താൻ നമുക്ക് പുതിയ ഒരാളെ കണ്ടെത്തുക തന്നെ വേണമെന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. തൽക്കാലം ഒരു 5-6 മാസത്തേക്ക് ആ ആളെ ചുമതലകളെല്ലാം ഏൽപ്പിക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ജയനും അജയനും ചോദിക്കുന്നുണ്ട്, ആരാ അച്ഛാ, അച്ഛൻ ആരെയാ മനസ്സിൽ കണ്ടേക്കുന്നത്? MD സ്ഥാനത്തേക്ക് നിൽക്കാൻ അച്ഛൻ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് അവന്തികയാണ്. അവന്തിക അയർലൻഡിലെ പഠനമെല്ലാം പൂർത്തിയായാലേ ഇങ്ങോട്ടേക്ക് വന്നത്. കുറച്ച് ദിവസം അവളും MD സ്ഥാനത്തിരിക്കട്ടെ. ആദർശ് ആദ്യം MD സ്ഥാനത്തേക്ക് കയറുമ്പോഴേക്കും ആദർശനൊന്നും അറിയില്ലായിരുന്നല്ലോ. പിന്നെയല്ലേ എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചെടുത്തത്. അതുപോലെ അവന്തികയും എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങോട്ടും ചെയ്യട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അജയനും ജയനും ചോദിക്കുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, അത് വേണോ? അവന്തികയെ MD ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് സമ്മതം അല്ലെങ്കിൽ അതിന് പറ്റിയ വേറൊരാളെ പുറത്തുനിന്ന് തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അജയനും ജയനും പറയുന്നുണ്ട്, അച്ഛനും ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്കും ഓക്കെയാ, അച്ഛനും ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്കും ഓക്കെ അച്ഛാ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് മാസത്തേക്കല്ലേ, എന്തായാലും നോക്കാം. അച്ഛൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ അവർ പറയുകയാണ് കേട്ടോ. അങ്ങനെ അധികം വൈകാതെ തന്നെ ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. അബിക്കും ജലജയ്ക്കും ഒക്കെ സന്തോഷമുണ്ടെങ്കിലും അവരുടെ മനസ്സിലും ചെറിയൊരു നിരാശയുണ്ട്. കാരണം അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം അവർക്കും മനസ്സിലായിട്ടില്ലല്ലോ. അബിയും ജലജയും പോലെ തന്നെ അനന്തപുരിയുടെ നാശമാണ് അവന്തികയും ആഗ്രഹിക്കുന്നെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു രീതിക്ക് നിരാശയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ അവന്തികയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നാഗേന്ദ്രനെ വിളിച്ച് അവന്തിക ഈ സന്തോഷം അറിയിക്കുന്നുമുണ്ട്. നാഗേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ട്, മോളെ അതെന്തായാലും നന്നായി, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ആ ഡീല് നമുക്ക് സ്വന്തമായി. അതുപോലെ തന്നെ മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD ആവുകയും ചെയ്തു മോള്. ഇനി പതിയെ മോൾ അവിടെ ഇരുന്ന് പണികളൊക്കെ തുടങ്ങിക്കോണം. മൂർത്തിസ് ജ്വല്ലറിയെ തറ പറ്റിച്ചിരിക്കണം. AM ജ്വല്ലറിയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഒരു യോഗ്യതയും മൂർത്തിസ് ജ്വല്ലറിക്ക് ഇല്ലാതാക്കണം എന്നൊക്കെ നമ്മുടെ നാഗേന്ദ്രൻ അവന്തിക ഉപദേശിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന്തിക മൂർത്തിസ് ജ്വല്ലറിയുടെ MD ആയിട്ട് ചാർജ് എടുക്കുകയാണ്. ആദ്യമൊക്കെ മുത്തശ്ശനെയും ജയനെയും അജയനെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവന്തിക നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അത് കാണുമ്പോൾ മുത്തശ്ശന് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. കാരണം മുത്തശ്ശൻ തിരഞ്ഞെടുത്ത ആൾ ഒട്ടും മോശമല്ല. എന്തായാലും ആദർശിനെ പോലെ തന്നെ അവന്തികയും എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു സന്തോഷത്തിലാണ് മുത്തശ്ശൻ. എന്നാൽ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നത്, തൽക്കാലം നിങ്ങളെയൊക്കെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ അഭിനയിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് അനന്തപുരിയുടെയും മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും തകർച്ചയായിരിക്കും. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ മൂർത്തിസ് ജ്വല്ലറിയെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ തന്നെയാണ് നമ്മുടെ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ അവന്തിക മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ MD സ്ഥാനത്ത് കയറിയെങ്കിലും ആദർശ് വല്ലാത്ത വിഷമത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ആദർശിന് ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നുള്ളത്. എന്തായാലും AM ജ്വല്ലർക്കാരുടെ കളി തന്നെയാണ് ഇതെന്നാണ് ആദർശിൻ്റെ മനസ്സിൽ തോന്നുന്നത്. ദേവയാനിയും നയനയൊക്കെ ആദർശിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ആദർശിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് മുത്തച്ഛനെ ബോധിപ്പിക്കണമെന്ന് ആദർശിന് നല്ല നിർബന്ധമുണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ ഒരു വഴിയുള്ളതെന്നൊക്കെ ആദർശും അനിയും നയനയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ദേവയാനി നയനയോട് പറയുന്നുണ്ട്, മോളെ ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നല്ലേ ആദർശ് പറയുന്നത്. എന്തായാലും നമുക്ക് നന്ദുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ, നന്ദുവിനോട് ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞാലോ. AM ജ്വല്ലർക്കാരാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അവരെ വെറുതെ വിടാൻ പാടില്ല. എൻ്റെ മോനിങ്ങനെ വിഷമിച്ച് റൂമിനുള്ളിൽ തന്നെ കഴിഞ്ഞു കൂടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ആകുന്നില്ല.
അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് നന്ദുവിനെ തന്നെ ഏൽപ്പിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് അറിയാനായിട്ട് നയന ആദർശിനോട് തന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ആ ഒരു സമയത്ത് ആദർശ് അവിടെ ആ ലേഡി സ്റ്റാഫ് കൊടുത്ത് ജ്യൂസ് കുടിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഞാൻ ആ ജ്യൂസ് കുടിച്ചത്. ആ ജ്യൂസ് കുടിച്ച ഉടനെ തന്നെ എനിക്ക് ഉറക്കം വരികയായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നാൽ ആ ജ്യൂസ് കാരണം കൊണ്ട് തന്നെ ആദർശേട്ടൻ ഉറങ്ങിപ്പോയത്. ആദർശേട്ടനോട് ശത്രുതയുള്ള ആരെങ്കിലും ആ ജ്യൂസിൽ ഉറക്ക ഗുളികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നോ വല്ലതും ചേർത്തിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ജ്യൂസ് കുടിച്ച ഉടനെ തന്നെ ആദർശേട്ടന് വല്ലാത്ത ക്ഷീണവും ഉറക്കമൊക്കെ തോന്നിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ആദർശേട്ടൻ എന്നെ കിടക്കുന്നതിന് മുമ്പ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആദർശേട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ. അതുപോലെ തന്നെ പിറ്റേ ദിവസം എപ്പോഴാണ് ആദർശേട്ടൻ എഴുന്നേറ്റത്? ഉച്ചയാകാറായപ്പോഴാണ് ആദർശേട്ടൻ എഴുന്നേറ്റത്. വീട്ടിലാണെങ്കിൽ പോലും എത്ര വയ്യാഴികയോ എത്ര ക്ഷീണം ഉണ്ടെങ്കിൽ പോലും ആദർശേട്ടൻ അത്രയും നേരം ഒന്നും കിടന്ന് ഉറങ്ങാറില്ലല്ലോ. ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് ആദർശേട്ടാ. മിക്കവാറും ആ ജ്യൂസിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ആദർശേട്ടൻ അന്ന് അലാറം അടിച്ചതും ഫോൺ ബെല്ലടിച്ചത് പോലും അറിയാതെ കിടന്നുറങ്ങിയെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതെ, എനിക്ക് അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു നയനെ. പിന്നെ ഞാനത് പറയാഞ്ഞ എന്നാന്ന് വെച്ചാൽ ആ ജ്യൂസ് കൊണ്ട് തന്നത് ആ അമേരിക്കൻ കമ്പനിയിലെ ഒരു സ്റ്റാഫ് തന്നെയാണ്. അവരാണല്ലോ അവിടെ അക്കോമഡേഷനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് എന്തായാലും എന്നോട് ശത്രുത തോന്നേണ്ട ഒരു കാര്യമില്ലല്ലോ. അന്ന് ആ ജ്യൂസ് കൊണ്ടുവന്ന സമയത്ത് പോലും ആ ലേഡി സ്റ്റാഫ് എന്നോട് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഇനി ആ സ്റ്റാഫ് അമേരിക്കൻ കമ്പനിയിലെ സ്റ്റാഫ് തന്നെയാണോ എന്നൊക്കെ ഞാൻ സംശയിച്ചു. ഉടനെ തന്നെ അമേരിക്കൻ കമ്പനിയിലെ മാനേജറെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നിങ്ങൾ അറേഞ്ച് ചെയ്താണോന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ ഒരു സ്റ്റാഫേ അവർക്കില്ലെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. ഇതാരോ മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ തന്നെ ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ആ പെൺകുട്ടി കൊണ്ടുവന്ന ജ്യൂസിൽ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് പിന്നെയാണ് ബോധം പോലും ഇല്ലാതെ ഞാൻ കിടന്നുറങ്ങിപ്പോയതും. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ മനഃപൂർവ്വം ചെയ്ത ചതി തന്നെയാണ്. ഇത് മുത്തശ്ശനോട് പറഞ്ഞിട്ട് മുത്തശ്ശൻ അംഗീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് പറയുകയാണ്. രാവിലെ 6 മണി മുതൽ എല്ലാവരും എന്നെ മാറി മാറി വിളിച്ചു. ഇവിടുന്ന് എല്ലാവരും ഫോണിലും എന്നെ വിളിച്ചു. എന്നിട്ട് പോലും ഞാൻ ഇതൊന്നും തന്നെ അറിഞ്ഞില്ല. അത്രയ്ക്കും ഗാഢനിദ്രയിലായിരുന്നു ഞാൻ. മനഃപൂർവ്വം ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും ആ ജ്യൂസിൽ എന്തെങ്കിലും ചേർത്തതായിരിക്കും എന്നൊക്കെ തന്നെ ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതേ ആദർശേട്ടാ, അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ എൻ്റെ സംശയം മിക്കവാറും AM ജ്വല്ലറിക്കാർ തന്നെയായിരിക്കും ഇതിൻ്റെയും പിന്നിലെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഡീല് മൂർത്തിസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മുത്തശ്ശനെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ കറക്റ്റ് സമയത്ത് മീറ്റിങ്ങിൽ കൂടേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡീല് നമുക്ക് തന്നെ കിട്ടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം അവർ ഇതുപോലുള്ള വളഞ്ഞ വഴികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ദേവയാനിയോടും അനിയോടും ഒക്കെ നമ്മുടെ ആദർശൻ നയനയും പറയുകയാണ് കേട്ടോ. പിന്നെ നയന നന്ദുവിനെ ഫോൺ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് നീ അനന്തപുരി വരെ വരണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നയന അനന്തപുരിയിലേക്ക് വന്ന് ആദർശനെ കാണുകയും ആദർശനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദർശൻ നയനയും ദേവയാനിയും ഒക്കെ പറയുന്നുണ്ട്, AM ജ്വല്ലറിക്കാർ തന്നെ ഇതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് മോളെ. അതുകൊണ്ട് മോൾ ആരും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. AM ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ ആരാന്നുള്ളത് മോൾ കണ്ടുപിടിക്കണം എന്നൊക്കെ തന്നെ നമ്മുടെ ദേവയാനിയും നയനയൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ്റെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് നന്ദുവിനാണെങ്കിലും നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അതിലേറെ വിഷമാവുന്നുണ്ട് അനി പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ നന്ദു. ആദർശേട്ടൻ ഇങ്ങനെ റൂമിൽ ഒതുങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. തന്നെയുമല്ല, നയനേട്ടത്തിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് അതിലപ്പുറം സങ്കടമാകുന്നുണ്ട്. ഈ ഒരു സമയത്ത് സന്തോഷത്തോടെ ഇരിക്കേണ്ടതല്ലേ? എന്നിട്ടും നയനേട്ടത്തി ഇപ്പോഴും അതൊക്കെ ഓർത്ത് വിഷമിച്ചായിരിക്കുന്നത്. അവരുടെ സങ്കടത്തിന് കാരണക്കാരായ ആരാണെങ്കിലും അവരെ കണ്ടുപിടിച്ച് വെറുതെ വിടാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ഉദ്ദേശം ആദർശേട്ടനെ MD സ്ഥാനത്ത് നിന്ന് ഒഴിപ്പിക്കുന്നത് മാത്രമല്ല, മൂർത്തിസ് ജ്വല്ലറി തന്നെ തറ പറ്റിക്കാനായിരിക്കും അവർ നോക്കുന്നത്. എന്തായാലും അതിനൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അന്വേഷണം തന്നെ വേണം. AM ജ്വല്ലറി രംഗത്തെത്തിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വളർച്ചയിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് നന്നായിട്ടൊന്ന് പഠിക്കണം എന്നൊക്കെ നമ്മുടെ അനി പറയുകയാണ് കേട്ടോ. അങ്ങനെ AM ജ്വല്ലറിയുടെ അടിത്തറ അന്വേഷിക്കാൻ ഇറങ്ങുകയാണ് അനിയും നന്ദുവും കൂടെ. നന്ദുവിൻ്റെതായ രീതിക്ക് തന്നെ പല അന്വേഷണങ്ങളും നടത്തുകയാണ് കേട്ടോ. അങ്ങനെ AM ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളാണെന്നുള്ളത് നമ്മുടെ നന്ദു കണ്ടുപിടിച്ചിട്ട് അനിയോട് പറയുന്നുണ്ട്. നന്ദുവിന് ആദ്യമൊന്നും നാഗേന്ദ്രൻ ആരാന്നുള്ളത് അറിയുന്നില്ലെങ്കിലും അനി പറയുമ്പോഴാണ് നാഗേന്ദ്രൻ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദു മനസ്സിലാക്കുന്നത്. അതായത് അബിയുടെയും അവന്തികയുടെയും അച്ഛനാണ് നാഗേന്ദ്രൻ എന്നുള്ള കാര്യം നമ്മുടെ നന്ദു അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പാണെങ്കിലും നാഗേന്ദ്രനെ എങ്ങും കണ്ടിട്ടുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നന്ദുവിന് അത് അറിയുകയില്ലായിരുന്നു. അങ്ങനെ AM ജ്വല്ലറിയുടെ ശരിക്കുള്ള ഓണർ നാഗേന്ദ്രനാണെന്ന് തന്നെ നമ്മുടെ അനിയും നന്ദുവും കൂടെ കണ്ടുപിടിക്കുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് നന്ദു നാഗേന്ദ്രനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ പലപ്പോഴായി അവന്തികയും നാഗേന്ദ്രനെ മീറ്റ് ചെയ്യുന്നതൊക്കെ നന്ദു കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്തും ഫോട്ടോസായിട്ടും എടുത്തും ഒക്കെ നന്ദു സൂക്ഷിക്കുന്നുമുണ്ട്. കാരണം മുത്തശ്ശൻ്റെ മുമ്പിൽ തെളിവ് സഹിതം തന്നെ ഇതൊക്കെ കാണിക്കണമല്ലോ. അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ ആരും അറിയാത്ത രീതിക്ക് എന്തോ ഒരു ചരടുവലി ഉണ്ടെന്നുള്ളത് നമ്മുടെ നന്ദു മനസ്സിലാക്കുകയാണ്.
അങ്ങനെ അവന്തികയുടെ ഫോൺ കോൾസ് ഒക്കെ തന്നെ നമ്മുടെ നന്ദു പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് നാഗേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നതും ഇവർ തമ്മിലുള്ള എല്ലാ പ്ലാനുകളും തന്നെ നന്ദു മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അനിയെ അറിയിക്കുന്നുണ്ട് നന്ദു. അങ്ങനെ അവന്തിക നല്ലവളായിട്ട് എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കുക എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ തെളിവുകളും കിട്ടിയതിനു ശേഷം അവന്തിയെ കൈയോടെ പൊക്കാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ. അവസാനം അവന്തികയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കണ്ടുപിടിച്ച് നാഗേന്ദ്രനും അവന്തികയും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ അവർ ഫോണിൽ സംസാരിക്കുന്ന എല്ലാ റെക്കോർഡ്സുകളും അനന്തപുരിയെ തകർക്കാനും അതുപോലെ തന്നെ മൂർത്തിസ് ഗ്രൂപ്പിന്റെ പതനവുമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ നമ്മുടെ നന്ദു ദേവയാനിയോടും നയനയോടും അതുപോലെ തന്നെ ആദർശിനെയൊക്കെ അറിയിക്കാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ആദർശന നിരപരാധിത്വം മുത്തച്ഛന് മുമ്പിൽ തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് കേട്ടോ നടക്കുന്നത്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും സഹിതം മുത്തച്ഛൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആദർശേട്ടൻ്റെ ഭാഗത്ത് അങ്ങനെ ആദർശന് അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീൽ ഉറപ്പിക്കാനായിട്ട് മുംബൈക്ക് പോയ സമയത്തും അവിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ അവർ മനസ്സിലാക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് ആദർശേട്ടൻ അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് തന്നെ നാഗേന്ദ്രനും പറയുന്നുണ്ട്, മോളെ അത് പിന്നെ ചതിയിലൂടെ അല്ലാതെ നമുക്ക് ആ ഒരു ഡീല് സ്വന്തമാക്കാൻ കഴിയില്ലായിരുന്നു. ആദർശ് അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഉറപ്പായും അവർക്ക് തന്നെ ആ ഡീല് കിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദർശന് അന്ന് ആ ഹോട്ടൽ മുറിയിൽ ഉറക്കി കിടത്താനുള്ള മാർഗം നോക്കിയത്. എങ്ങനെ പോയാലും ആ മീറ്റിംഗ് കഴിയുന്നത് വരെ അവൻ ഉണരാൻ പാടില്ലെന്ന് ഓർത്തോട്ട് തന്നെയാണ് അവൻ അന്ന് കുടിക്കാൻ കൊടുത്ത ജ്യൂസിൽ ആരും അറിയാതെ ഉറക്കഗുളിക കലർത്തി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെഡേഷനിൽ അവനൊരു ഉച്ചവരെയും കിടന്ന് ഉറങ്ങേണ്ടതായിരുന്നു. പിന്നെ അവൻ എങ്ങനെയോ 11 മണിയൊക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റു. അവൻ ഓടിക്കിതച്ച് കോൺഫറൻസ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോഴേക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേവിഡ് എന്ന് പറഞ്ഞായിരുന്നു മീറ്റിംഗ് കഴിയാറായപ്പോഴേക്കുമാണ് ആദർശ് വന്നതെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അവർക്ക് ആ ഡീൽ സ്വന്തമാക്കാൻ പറ്റാതെ പോയത്. ആദർശ് അവിടെ വിജയിച്ച് ചെല്ലാനായിട്ട് അനന്തമൂർത്തി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദർശ് അവിടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ടാണ് അങ്ങനൊരു വളഞ്ഞ വഴി സ്വീകരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചതിയിലൂടെ അല്ലാതെ നമുക്ക് ആ ഒരു ഡീൽ സ്വന്തമാക്കാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ നാഗേന്ദ്രൻ അവന്തികയോട് പറയുന്നതും അവസാനം അവന്തിക MD സ്ഥാനത്ത് കയറിയതിനു ശേഷം പോലും അവർ ഫോണിൽ സംസാരിച്ച കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ നന്ദു സൈബർ സെല്ലിന്റെ സഹായത്തോടെ കോൾ ലിസ്റ്റിൽ നിന്ന് എല്ലാം കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ തെളിവ് സഹിതം മുത്തച്ഛന് മുമ്പിൽ ഹാജരാക്കുകയാണ്. എല്ലാ തെളിവുകളും മുത്തശ്ശന് മുമ്പിൽ നിരത്തിയതിനു ശേഷം നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശ ആദർശേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവിടെയും ആദർശേട്ടനെ ചതിച്ചുകൊണ്ടാണ് അവർ ആ ഡീല് സ്വന്തമാക്കിയത്. ആദർശേട്ടന് കുടിക്കാൻ കൊടുത്ത ജ്യൂസിൽ ഇവർ ഉറക്കവിളി കലർത്തിയിട്ടുണ്ടായിരുന്നു. നാഗേന്ദ്രൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. AM ജുനിയറുടെ ശരിക്കുള്ള MD നാഗേന്ദ്രനാണ്. അതുകൊണ്ട് അയാൾ കാരണമാണ് ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നത്. ആദർശേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മുത്തശ്ശ. ശരിക്കും പറഞ്ഞാൽ ആദർശേട്ടൻ തന്നെയാണ് ഇപ്പോഴും ആ കമ്പനിയുടെ MD സ്ഥാനത്ത് ഇരിക്കേണ്ടത്. ആദർശേട്ടനെ കൊണ്ടല്ലാതെ മറ്റാർക്കും തന്നെ നമ്മുടെ കമ്പനിയെ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് അവന്തിക എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥാനത്തുനിന്ന് മുത്തശ്ശൻ മാറ്റണം. അവന്തിക നമ്മുടെ അവന്തിക അനന്തപുരിയും മൂർത്തീസ് ജ്വല്ലറിയും തകർക്കാനായിട്ടാണ് അവിടെ കയറി കൂടിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ അബിയുടെ അമ്മയും നവ്യച്ചയൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് അവന്തികയും ആഗ്രഹിക്കുന്നത്. അനന്തപുരിയുടെ മൂർത്തീസ് ജ്വല്ലറിയുടെയും പതനം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് മുത്തശ്ശ ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. അവന്തിക എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ നല്ലവെള്ള ചമഞ്ഞ് നിൽക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെക്കാളൊക്കെ കൂടിയ വിഷം മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാണ് അവളെ ഈ കുടുംബത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു മുത്തശ്ശ. അതുപോലെ തന്നെ ഈ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന എല്ലാവരെയും ഈ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിടണം മുത്തശ്ശ എന്നൊക്കെ തന്നെ നമ്മുടെ നന്ദു പറയുകയാണ്. അങ്ങനെ അവസാനം മുത്തശ്ശൻ ആദർശിന്റെ നന്മയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ആദർശിനെ അന്ന് അവിടെ ചതിയിൽ പെടുത്തിയതുകൊണ്ടാണ് ആദർശന് കറക്റ്റ് സമയത്ത് മീറ്റിങ്ങിൽ എത്താൻ പറ്റാഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ മനസ്സിലാക്കിയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ തന്നെ ആദർശിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട്. മോനെ, ഈ ഒരു ഡീല് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിനക്കറിയാമല്ലോ. നീ വിജയിച്ച് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് തന്നെ റെഡിയാക്കി. നിന്റെ അനാസ്ഥ കൊണ്ടാണ് ആ ഡീല് നിനക്ക് സ്വന്തമാക്കാൻ പറ്റാഞ്ഞെന്നുള്ളൊരു ദേഷ്യം കൊണ്ടാണ് ഞാൻ അന്ന് നിന്നെ തല്ലിയത്. നിന്നെ ഞാൻ MD സ്ഥാനത്തുനിന്ന് മാറ്റിയതും അതുകൊണ്ടാണ്. മുത്തശ്ശനോട് നീ പൊറുക്ക് മോനെ. ഇത്രയും കാലം കൊണ്ട് ഞാൻ നേടിയെടുത്ത പേരും പ്രശസ്തിയും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി പോയല്ലോ എന്നോർത്ത ഒരു സങ്കടം കൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങനെ മോശമായിട്ട് പെരുമാറിയത്. എന്തായാലും ഇപ്പോൾ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി അവളെ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മളുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവർ ഈ വളഞ്ഞ വഴികളൊക്കെ സ്വീകരിക്കുന്നത്. നാഗേന്ദ്രനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. അവൻ അത്രത്തോളം വളർന്നോ? നമ്മുടെ കൂടെ കൂടി നമ്മുടെ ജ്വല്ലറിയും നമ്മുടെ കുടുംബത്തെയും തന്നെ തകർക്കാൻ നോക്കുന്ന അവൾ ഇനി ഈ വീട്ടിൽ വേണ്ട മോളെ. അവൾ ഇനി ഈ വീട്ടിൽ വേണ്ട. അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ തന്നെ പോയി നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവളെ ആട്ടി ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശ ഇവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. മുത്തശ്ശനും ആദർശനും കൂടെ ഇവക്കെതിരെ ഒരു പരാതി എഴുതി തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ലോക്കപ്പിൽ കൊണ്ടുപോയി ഇവക്കിട്ട് 2 കൊടുക്കാതെ എങ്ങനെയാണ് വിടുന്നത്? ഇവള് കാരണം ഈ കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ. പാവൻ്റെ നയനേച്ചിയും ആദർശേട്ടനും ഒക്കെ എന്തോരം വിഷമിച്ചു. ഇവള് കാരണം കൂടിയിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്തായാലും നിങ്ങൾ ലീഗലായിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അവന്തികയെ നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്.
അങ്ങനെ തൻ്റെ കൊച്ചുമോൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി അവനെ അവരെല്ലാവരും കൂടി ചതിച്ചതാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴേക്കും മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട്, ആദർശനോട് പറയുന്നുണ്ട്, മോനെ നീ തന്നെ വേണം ഇനി ഈ കമ്പനിയുടെ MD സ്ഥാനത്ത് ഇരിക്കാൻ. നിനക്കല്ലാതെ വേറെ ആർക്കും തന്നെ അതിനൊരു യോഗ്യതയില്ല. എപ്പോഴും മോത്തസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD ആകാൻ നിനക്ക് മാത്രം അർഹതയുള്ളതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ ആദർശനെ തന്നെ മുത്തശ്ശൻ കമ്പനിയുടെ MD ആക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന്തികയുടെയും നാഗേന്ദ്രൻ്റെയും എല്ലാ കള്ളക്കളികളും അതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.